ഡോക്ടറെ, നെഞ്ചിനുള്ളിൽ എന്തോ പൊട്ടിക്കീറുന്നത് പോലെ തോന്നുന്നു. ആസിഡിറ്റി അല്ല ഇത്, മിനിറ്റുകൾക്കുള്ളിൽ ജീവൻ പോകാൻ പറ്റുന്നൊരു കാരണമാണ്. അയോർട്ടിക് ഡിസെക്ഷൻ എന്നാണ് പറയുക. നമുക്കറിയാം, നമ്മളിലേക്ക് ബ്ലഡ് സപ്ലൈ ചെയ്യുന്ന മെയിൻ പൈപ്പിൻ്റെ പേരെന്താണ്? അത് അയോർട്ട എന്നാണ്. അതിനുള്ളിൽ ഒരു വിള്ളലുണ്ടാവുക, അല്ലെ ചീർത്തുണ്ടാവുക എന്ന് പറയുന്ന സാഹചര്യമാണ്. എന്നിട്ട് രക്തം അതിനുള്ളിലേക്ക് കയറിയിട്ട് ഭിത്തി രണ്ടായിട്ട് പിളരുന്നൊരു സാഹചര്യം, പിന്നെ അത് പൊട്ടിപ്പോകുന്നൊരു സാഹചര്യവും അതിലൂടെ മരണവും സംഭവിക്കുന്നൊരു സാഹചര്യം. നമുക്കറിയാം, അയോർട്ട എന്ന് പറഞ്ഞാൽ വളരെ ഉയർന്ന സമ്മർദ്ദത്തിലൂടെ രക്തം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പൈപ്പാണ്. അതിനുള്ളിൽ ചെറിയൊരു വിള്ളലുണ്ടായാൽ പോലും അത് മുഴുവൻ പിളർന്നു പോകുന്നൊരു സാഹചര്യമുണ്ടാവും. എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ അയോർട്ടയ്ക്കുള്ളിൽ ഒരു ഫാൾസ് ല്യൂമൺ രൂപപ്പെടും. അതിനുള്ളിലേക്ക് രക്തം പോകും, അവയവങ്ങൾക്ക് രക്തം കിട്ടുന്നത് കുറയും. ഇതവിടെ ഒരു ഓവർലോഡ് ഉണ്ടാക്കിയിട്ട് അവിടെ രക്തക്കുഴൽ പൊട്ടിപ്പോകുന്ന സാഹചര്യം ഉണ്ടാവും. ആർക്കൊക്കെയാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥ വരാൻ സാധ്യതയുള്ളത്? ഒന്ന്, ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർ, ഒരുപാട് വയസ്സായവർ, മർഫാൻ സിൻഡ്രോം പോലത്തെ കണക്റ്റീവ് ടിഷ്യൂ ഡിസോർഡർ ഉള്ളവർ, പിന്നെ പുകവലിക്കാർ. എന്തൊക്കെ ലക്ഷണങ്ങൾ കാണുക? കീറി മുറിക്കുന്നത് പോലെ ഉള്ള ഒരു നെഞ്ചുവേദന, എന്നിട്ടത് ബാക്കിലോട്ട് റേഡിയേറ്റ് ചെയ്യും. പെട്ടെന്നായിരിക്കും ഇത് തുടങ്ങുന്നത്. 2 കൈകളിലും ഇത്തരം ആൾക്കാരിൽ BP വ്യത്യാസം ഉണ്ടാവും. ഇതെങ്ങനെയാണ് കണ്ടെത്തുന്നത്? തീർച്ചയായിട്ടും CT ആൻജിയോഗ്രാഫിയാണ് ഇതിന് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരിശോധന. എക്കോ എമർജൻസി ഘട്ടത്തിൽ ചെയ്യും. ഇതിന് കൊടുക്കുന്ന ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ ടൈപ്പ് 1 എമർജൻസി സർജറിയാണ്, അടിയന്തരമായിട്ട് ശസ്ത്രക്രിയ ചെയ്യുക. ടൈപ്പ് B ചില മരുന്നുകൾ ഉപയോഗിക്കും, പിന്നെ ICU പരിചരണം ആവശ്യമാണ്. ഇത് ഒരു ചെറിയ വേദനയല്ല, നമ്മുടെ ആർട്ടറി നിറഞ്ഞ് കൂവിയ അലറുന്നൊരു സാഹചര്യമാണ്. ഇത്തരം സാഹചര്യം വരാതിരിക്കണമെങ്കിൽ നമ്മൾ BP, ബ്ലഡ് പ്രഷർ ശരിക്കും നിയന്ത്രണ വിധേയമാക്കണം. പെട്ടെന്നുണ്ടാവുന്ന ഇതുപോലുള്ള കടുത്ത വേദനകൾ ഒരിക്കലും അവഗണിക്കരുത്. ഉടൻ ആശുപത്രിയിലേക്ക് പോവുക. അയോർട്ടിക് ഡിസെക്ഷൻ അതൊരിക്കലും കാത്തിരിക്കില്ല, ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്.